ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, അല്ലു ആൻഡ് അൽഫു ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ക്രിസ്മസ് 25-ാം തീയതി കഴിഞ്ഞായിരുന്നു. ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ 26-ാം തീയതിയും അവിടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. നാട്ടിൽ ക്രിസ്ത്യൻ ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവരുടെ പ്രോഗ്രാം എല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്നൊരു സംഭവമാണ്, പ്രോഗ്രാമാണ്. അപ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കും. അതാണ് ഏറ്റവും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണിത്. സംഭവം ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് അവിടുത്തെ കലാപരിപാടികളും ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പുൽക്കൂടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ പള്ളിയിൽ ഞാൻ സോവർ ഹിൽ ലൂതറൻ പള്ളിയിലെ ഒരു അംഗമായിരുന്നു. അപ്പോൾ എൻ്റെ ചർച്ച്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ചർച്ചും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് പോയ വഴിക്ക് ഞാനൊരു പുൽക്കൂട് ഉണ്ട്. ഇതൊക്കെ മത്സരത്തിന് വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുൽക്കൂടാണ് കേട്ടോ കൂട്ടുകാരെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒത്തൊരുമയോടെ ഈ ക്രിസ്മസ് ദിനത്തിൽ ആഘോഷിക്കാറുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട് വെള്ളായണിയിൽ കാക്കാമുല എന്ന സ്ഥലത്ത് ആണ് ഈ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ കൂട്ടുകാരെ. അവരെല്ലാം ഇത് മത്സരത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പം ഞാനും അൽഫുവും അല്ലുവും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇറങ്ങി നേരെ ആ പുൽക്കൂട് കണ്ടിട്ട് നമ്മൾ നേരെ താഴേക്ക് പോവുകയാണ്. ഇനി അടുത്ത് ഞാൻ കയറാൻ പോകുന്നത് എൻ്റെ ചർച്ചിലാണ്, എൻ്റെ പള്ളിയിലാണ് ഞാൻ കയറാൻ പോകുന്നത്. ആ പോണ വഴിക്കൊക്കെ ഞാൻ ലൈറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാമം മൊത്തം താഴെ തൊട്ട് മുകളറ്റം വരെ. ഇതാണ് എൻ്റെ പള്ളിയിലേക്ക് കയറുന്ന കവാടം, ചർച്ചിലേക്ക് കയറുന്ന കവാടം. അപ്പോൾ അവിടെ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കണ്ടങ്ങ് നിന്നുപോയി. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ യുവാക്കൾ അടിപൊളിയായിട്ട് ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് കൂട്ടുകാരെ. അടിപൊളിയാണ്, എത്ര പറഞ്ഞാലും മതിയാവില്ല. സാന്താക്ലോസ് ആണെങ്കിൽ ഒരു സംഭവത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് ഫാദർ അടിപൊളിയാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ആൽഫുവിനെ പിടിക്കാൻ തന്നെ ഒരാൾ വേണം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങാതെ അവൻ ഭയങ്കര ബഹളമായിരുന്നു. ഇവിടെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നത് പല മോഡലിലുള്ള ക്രിസ്മസ് ട്രീ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞിൻ്റെ ക്രിസ്മസ് ട്രീ, മഞ്ഞ് വീണ ക്രിസ്മസ് ട്രീ, പിന്നെ പച്ച കളറുള്ള ക്രിസ്മസ് ട്രീ. അടിപൊളി അടിപൊളി. ഇവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന താല്പര്യമുള്ളവർക്ക് ഇവിടേക്ക് ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അൽഫിനെ പിടിച്ചിറത്തിയിട്ട് അവൻ നിൽക്കണമെന്നില്ല. അവൻ ഇങ്ങനെ ഓട്ടമായിരുന്നു, ഓട്ടം. അവിടെ കൊണ്ട് വിട്ടപ്പോഴത്തേക്കും അവൻ ഫുൾ ഓട്ടമായിരുന്നു. പല വെറൈറ്റി 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 ക്രിസ്മസ് ട്രീ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിൻ്റെ അത്രയും പൊക്കത്തിലൊരു ക്രിസ്മസ് ഫാദറിനെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അവരുടെ ഒരുപാട് ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ക്രിസ്മസ് ട്രീ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസ്മസ് സ്റ്റാർ, LED ലൈറ്റിൽ അവർ സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പറയാൻ വാക്കുകളില്ല എനിക്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താണ് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. അതേപോലെ തന്നെ പല മോഡലിലുള്ള ക്രിസ്മസ് ട്രീ നമുക്ക് കാണാൻ പറ്റി. ഈ ക്രിസ്മസ് ആകുമ്പോൾ എല്ലാവർക്കും പിന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ലൈറ്റിങ്ങും ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കണ്ണിനൊരു കുളിർമയേകുന്ന ലൈറ്റിംഗ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ ചർച്ചാണെങ്കിൽ അടിപൊളിയായിട്ട് മനോഹരമാക്കി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ചർച്ചിലെ ഓരോ കമ്മിറ്റിയിലുള്ള അംഗങ്ങളായാലും മെമ്പേഴ്സായാലും ഇവിടുത്തെ ഈ ഓരോ യുവാക്കളുടെയും കൈ ഇതിലുണ്ട് എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അടിപൊളിയാണ്, അടിപൊളി. മഞ്ഞുമലയും മലയുണ്ട്, അതേപോലെ തന്നെ വെള്ളച്ചാട്ടമുണ്ട്, അരുവികളുണ്ട്. ഇവർ കുറച്ച് സ്പേസേ ഉള്ളൂ ഇവിടെ. പക്ഷേ ആ കുറച്ച് സ്പേസിനുള്ളിൽ ഇവർ അടിപൊളിയായിട്ട് ഇവരെ സംഭവങ്ങൾ, ഇവരുടെ അലങ്കാരപ്പണികൾ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരുപാട് സ്പേസ് ഉള്ളവർക്ക് പോലും ഇങ്ങനെ അവർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ കുറച്ച് സ്പേസിൽ അവർ പരമാവധി അവരെല്ലാ സ്പേസും പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടോ, വെള്ളച്ചാട്ടം. ഇതിനിടയിൽ തന്നെ വെള്ളച്ചാട്ടം, രണ്ട് സൈഡിലും വെള്ളച്ചാട്ടവും ഉണ്ട്. അടിപൊളി. ലൈറ്റ് അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് മാറുന്നതനുസരിച്ച്, കളർ മാറുന്നതനുസരിച്ച് മനോഹരമായിട്ടുണ്ട്. അത്
താഴേക്ക് ഉള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ഓരോരുത്തരൊന്ന് ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മാറിക്കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇനി നമ്മുടെ മല അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് നമുക്ക് പോവാം. അപ്പോഴത്തേക്ക് പുൽക്കൂട് നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ വെറൈറ്റി പുൽക്കൂടാണ് കൂട്ടുകാരെ. വെറൈറ്റി പുൽക്കൂടിന് അകത്ത് കൂടെ നമ്മുടെ അരുവിയൊക്കെ പോകുന്നുണ്ട്, അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. ഉണ്ണീഷ് കിടത്തിയിരിക്കുന്നു, മറിയ ജോസഫൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ആർട്ടിടയന്മാരും വിദ്വാൻമാരും മാലാഹയും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി, പറയാൻ വാക്കുകളില്ല, എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. പറയാതെ ഞാൻ ഈ വീഡിയോ അങ്ങ് ഇട്ടാലോ എന്ന് തന്നെ വിചാരിച്ചു. സൂപ്പറായിട്ടുണ്ട്. ട്യൂൺ കൊടുത്തിടാന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ പറയുമ്പോൾ അതൊരു വൃത്തികേടായി പോകുന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ എനിക്ക്. നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ കുറേ നേരം നമുക്കിങ്ങനെ നോക്കി നിൽക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് അവിടുത്തെ ഒരു ക്രിസ്മസ് ട്രീയുടെ കാഴ്ചയാണ് കേട്ടോ. അടിപൊളി ക്രിസ്മസ് ട്രീ. ഇത് മഞ്ഞ് വീണ ക്രിസ്മസ് ട്രീ പോലെയുണ്ട്. വെള്ളച്ചാട്ടം അതിലേറെ മനോഹരം. ഞാൻ ഇനി ഫ്രണ്ടിൽ പോയിട്ട് ഇതിൻ്റെ നമ്മുടെ ചർച്ചിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ചർച്ചിൻ്റെ ഫുൾ വ്യൂ കണ്ടോ, അടിപൊളി. അവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ അൽഫൂനെയും കൂടെ വിളിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഈ ആൽഫു ബേബി സമ്മതിക്കില്ല കൂട്ടുകാരെ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഇത് കണ്ട കേട്ടോ, പ്രതിമ. ഒരു എല്ലി മനുഷ്യൻ പോലെ നിൽക്കുന്നു. ക്രിസ്മസ് ഫാദർ മണ്ടയിൽ നിൽക്കുന്നു, മണ്ടയിൽ നിന്ന് ഹായ് പറയുന്നു. അത് കൊള്ളാം കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ ഇതൊക്കെ വീഡിയോ പിടിക്കാനൊക്കെ. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അതും കൊച്ചുകുട്ടിയൊക്കെ ഇഷ്ടപ്പെടും. അടിപൊളി. എന്തായാലും ഇവിടുത്തെ പയ്യന്മാരെ കഴിവിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അപാരം തന്നെ, അടിപൊളിയായിട്ടുണ്ട്. 1000 ഒരു ഗുഹയാണ് കേട്ടോ. ഗുഹയ്ക്കകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കൂല. അവിടെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി വേറൊരു വഴി കൂടെയാണ് താഴോട്ട് ഇറങ്ങേണ്ടത്. താഴോട്ടിറങ്ങിയപ്പോൾ അവിടെ ഒരു അമ്മച്ചി. ഇതൊക്കെ ലൈറ്റിംഗ് ആണ് കേട്ടോ. ഇത് പുറത്തെ ലൈറ്റിംഗ് ആണ്. നമ്മുടെ ചർച്ചിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി. ഇനി നമുക്ക് താഴെ ചർച്ചിൽ പോയിട്ട് കാണിച്ചു തരാം. ഇത് എൻ്റെ ചർച്ചിലെ ഫ്രണ്ട് വ്യൂ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ ചർച്ചിൻ്റെ ഫ്രണ്ട് വ്യൂ. ചർച്ചിൻ്റെ അത്രയും പൊക്കത്തോളം വലിപ്പത്തിൽ ഒരു ക്രിസ്മസ് ഫാദറിനെ അവരവിടെ നിർത്തിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൊച്ചുകുട്ടിയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈ ക്രിസ്മസ് ഫാദർ. അത്ര പൊക്കത്തിലുള്ള ഒരു ക്രിസ്മസ് ഫാദറാണ്. അതേപോലെ തന്നെ ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു സംഭവം വച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ, ഫ്രണ്ട് വ്യൂ. ഇനി നമ്മൾ നേരെ വേറെ നടന്ന് പോയപ്പോൾ അവിടെ സൈഡിലൊരു പുൽക്കൂടുണ്ട്. ഒരു പുല്ലൊക്കെ പിടിച്ചേക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു പുൽക്കൂട്. അത് കൊള്ളാം കേട്ടോ. അത് എന്തായാലും അവർ ചെയ്തത് കൊള്ളാം. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊരു പുൽക്കൂട് വച്ചിരിക്കുന്നു. എന്തായാലും വേറെ പണിപ്പാടുകളൊന്നും ഒരു പെട്ടാണല്ലോ. അവിടെ പുല്ലൊക്കെ പൊടിച്ച് നിന്ന സ്ഥലത്ത് അവർ കുറച്ചൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ട് പുൽക്കൂട് വച്ചിരിക്കുകയാണ്. ഇത് മത്സരത്തിനായിരിക്കാനാണ് സാധ്യത. പിന്നെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഒരു ക്രിസ്തുവിൻ്റെ രൂപം അവിടെ വച്ചിട്ടുണ്ട്. അത് കൊള്ളാം. അത് ക്രിസ്ത്യൻ ഐക്യവേദി അവർ വച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ. റോഡ് ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട്.
പോകുന്ന ഒരുപാട് പേർക്ക് ഇത് ലൈറ്റ് കാണാൻ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇനി നമ്മൾ നേരെ CSI ചർച്ചിലേക്കാണ് പോകുന്നത്. എൻ്റെ ചർച്ചാണെങ്കിൽ ലൂതറൻ ചർച്ചാണ്. ഞാൻ അവിടെ നിന്ന് നേരെ CSI ചർച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. CSI ചർച്ചിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. ഇതാണ് നമ്മുടെ CSI ചർച്ച്, പാർക്കർപുരം CSI ചർച്ച്. CSI ചർച്ചിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഇനി അവരുടെ പുൽക്കൂട് കാണാം കേട്ടോ. അവരുടെ പുൽക്കൂടാണിത് ഈ കാണുന്നത്. കൊള്ളാം, അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കഴിവിൻ്റെ പരമാവധി അവരും പുൽക്കൂടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ പശുക്കുട്ടികളെയും ആട്ടിൻകുട്ടികളെയൊക്കെ അവർ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അല്ലൂസ് ചോദിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു ചെമ്മരിയാട്ടിനെ കണ്ടു, കുളം കണ്ടു. അവിടെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതൊരു ഒറിജിനാലിറ്റി തോന്നും കേട്ടോ. അപ്പോൾ ചെമ്മരിയാടിനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നില്ലേ? അച്ഛൻ ആൽഫിനെ വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. ആൽഫ് ഒരു രക്ഷയില്ല. ആൽഫ് ഭയങ്കര ബഹളം. അവനെ തറയെ വിടാൻ വേണ്ടിയാണ് അവൻ വെള്ളം വയ്ക്കുന്നത്. അടുത്ത് നമ്മളൊരു മഞ്ഞിൻ്റെ ഗുഹ പോലെയുള്ള സംഭവത്തിൽ കൂടെ നമ്മൾ അകത്തോട്ട് പോവുകയാണ് കേട്ടോ. ആൽഫിന് തൂക്കിയെടുത്തോണ്ടാണ് പോകുന്നത് കേട്ടോ കൂട്ടുകാരെ. ഇത് നമ്മൾ CSI പാർക്കർപുരം ചർച്ചിൻ്റെ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ, അവരുടെ കരവിരുതുകളാണ് ഇവിടെ കാണുന്നത്. അടിപൊളി. അവരും അവരുടെ കഴിവിൻ്റെ പരമാവധി അവരും ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓലയിലൊരു ക്രിസ്മസ് ട്രീ, അത് കൊള്ളാം കേട്ടോ. അതെനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. ഓല വെച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കൊള്ളാം, അതും കൊള്ളാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു ക്രിസ്മസ് ഫാദർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ അല്ലു അവിടെ ക്രിസ്മസ് ഫാദറിനെയൊക്കെ തൊട്ട് നോക്കുകയാണ്. ആൽഫിനെ അച്ഛൻ അവിടെ കൊണ്ടിരുത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഈ ആൽഫ് ഒരു വിധത്തിൽ അവിടെ ഇരിക്കില്ല. ആൽഫ് ആദ്യം തൊട്ട് നോക്കുകയാണ് കേട്ടോ ഈ ഫാദർ. പിന്നെ ആ ഫാദറിൻ്റെ മണ്ടയിലേക്ക് കയറത്ത് അയ്യോ. പിന്നെ അല്ലു പിടിച്ചു മാറ്റിയപ്പോഴത്തേക്ക് അവൻ അവിടെ ഇരിക്കാൻ താല്പര്യമില്ല. അവൻ പതുക്കെ അവിടെ നിന്ന് മാറിക്കൊടുത്തു. അല്ലു ഓടിപ്പോയി ക്രിസ്മസ് ഫാദറിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് നോക്കുകയാണ്. എന്തൊക്കെ പറയുന്നത് കേട്ടോ. അവൾക്ക് എന്തോ പറയുന്നു. അച്ഛൻ വീണ്ടും അവനെ കൊണ്ടിരുത്തി. അവൻ കുറച്ച് നേരം ഇരുന്നിട്ട് അവന് ഇരിക്കാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ തന്നെ വേറൊരു ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ലൈറ്റിങ് ഇത് അവരുടെ ക്രിസ്മസ് ഫാദർ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഇവർ ക്രിസ്മസ് ഫാദർ വച്ചിരിക്കുന്നത് കേട്ടോ. ഗിഫ്റ്റൊക്കെ വെച്ചിട്ടൊരു ക്രിസ്മസ് ഫാദർ റെയിൻഡിയർ കുതിരകളുമായി നിൽക്കുകയാണ്. അത് കൊള്ളാം കേട്ടോ. ഒരു കുഞ്ഞ് ക്രിസ്മസ് ഫാദർ അവിടെ ഉണ്ട്. മഞ്ഞുമലയും ക്രിസ്മസ് ഫാദറും അടിപൊളി. ഇതാണ് നമ്മുടെ ചർച്ചിൻ്റെ ഫ്രണ്ട് വ്യൂ. അവിടുത്തെ ചർച്ചിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ പാർട്ട് ഒരു ക്രിസ്മസ് ട്രീയുടെ മോഡലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം കേട്ടോ. അവിടെ നല്ല ദിവസത്തിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ ഒരു തന്നെ സ്റ്റാറാണ് കേട്ടോ ഇത്. അവിടെ നമ്മൾ എവിടെ കയറി പോകുമ്പോഴത്തേക്ക് അവിടെ വെള്ളം വീഴാണ് കേട്ടോ. വെള്ളം വീണ് അപ്പോഴാണ് ഇതെല്ലാവരും തലയിൽ കൈയൊക്കെ വെച്ചോണ്ട് കയറി പോകുന്നത്. വെള്ളം വീഴുമെന്നും പറഞ്ഞിട്ടായിരിക്കും അവരെങ്ങനെയൊക്കെ പോകുന്നത്. അവിടെ ഒരു നല്ലൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ഫാദറുണ്ട്. ഒരുപാട് ക്രിസ്മസ് ഫാദർ നമ്മുടെ CSI പാർക്കർപുരം സഭയിൽ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസംബർ ആയിക്കഴിഞ്ഞാൽ ഫുൾ ആഘോഷമാണ് ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും. അവിടെ ഒരു ഒട്ടകത്തിനെ വെച്ചിട്ടുണ്ട്. ഒട്ടകം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒട്ടകം സൂപ്പറായിട്ടുണ്ട്. ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഒട്ടകമാണ്.
പിന്നെ അടുത്ത് വേറൊരു ക്രിസ്മസ് പുൽക്കൂടി നമ്മൾ കണ്ടു. അത് അടിപൊളിയായിട്ടുണ്ട് പുൽക്കൂട്. അവരും വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി. എൻ്റെ വീഡിയോ ആദ്യമായി കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാൻ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 പുതുവത്സര ആശംസകൾ ഞാൻ നേരത്തെ നേരുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരും വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്. നല്ലൊരു വർഷം ആശംസിക്കുന്നു.